ഹായ്. പനി പിടിച്ച ഒരാഴ്ചയായിട്ട് കിടപ്പായിരുന്നു. അപ്പം പനിയുടെ തിക്തഫലം കാരണം ഭാവി ഇന്ന് കായ എടുക്കാൻ വന്ന ആൾക്കൊക്കെ ശാപ്പാട് കടയിൽ നിന്ന് മേടിച്ച് 10 മണിക്ക് മാത്രമായിട്ട് കൊടുക്കുമായിരുന്നു. ഇതുണ്ടോ, ഒരു കാ കൊണ്ടുവന്ന് ഇട്ടിട്ട് കാപ്പി പിടിച്ച് പോയി. പിന്നെ കടയിൽ നിന്ന് മേടിച്ച് കാപ്പി കൊടുക്കുകയാണെങ്കിൽ കാപ്പി മേടിക്കും, പിന്നെ ഉച്ചയാകുമ്പോൾ ഭക്ഷണം ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ അതൊന്നും കൊടുക്കാൻ പറ്റുന്നൊരു കാലാവസ്ഥ ആയിരുന്നില്ല. എല്ലായിടത്തും കായെടുപ്പാണ്. ഇപ്പോൾ ഇവിടെ അടുത്ത ഭാഗത്ത് എല്ലാവരും കായെടുപ്പാണ്. അപ്പം നമുക്ക് ആളെ കിട്ടുന്ന സമയത്താണ് പഴുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ലേ പഴുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കായെടുക്കാനായിട്ട് ആളെ കിട്ടാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ആളുള്ള സമയത്ത് നമ്മൾ വിളിച്ച് കായെടുക്കണം. നമ്മുടെ ആവശ്യതകൾ നോക്കിക്കൊണ്ടിരുന്നാൽ കായെടുക്ക് നടക്കില്ല. പഴുത്ത് പോയി കഴിഞ്ഞാൽ തവള പൊട്ടിച്ച് കളയും. അതാണ് സംഭവം. ഇതാണ് എടുക്കുന്നതിന് മുമ്പുള്ള ശരം. എടുത്തു കഴിഞ്ഞിട്ടുള്ള ശരം കാണിച്ചു തരാം. ഇതുണ്ടോ, വളരെ ദയനീയമായ പുളിയൊക്കെ വീണ് പോകുന്ന കാഴ്ച. എല്ലാം വീണ് പോവുക. പെറുക്കിയെടുക്കാൻ അത് പൊട്ടിക്കാനൊന്നും പറ്റുന്നൊരു ശാരീരികാവസ്ഥയല്ല. പനി വന്നിട്ട് കൂടിപ്പോയി, ന്യൂമോണിയ ആയിപ്പോയി. ഇതാണ് കായ എടുത്തതിന് ശേഷമുള്ള ശരം. എന്നോട് പുറത്തേക്ക് ഇറങ്ങി പോയേക്കരുതെന്ന് പറഞ്ഞിട്ട് പോയേക്കുന്ന വീടിന് തൊട്ട് ചേർന്നുള്ള വശത്തായതുകൊണ്ട് ഇന്ന് ചെറിയ തല പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ വീണ്ടും കിടപ്പാവും. ചുമ്മാ ഇന്നിപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താണേ. ഇവിടെയുള്ളവർക്ക് ഇത് പുതുമയുള്ള കാഴ്ചയല്ല. പക്ഷേ എൻ്റെ നാട്ടിലുള്ളൊരു സുഹൃത്ത് വിളിച്ചപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് ഏലം കായ്ക്കുന്ന മരത്തിൻ്റെ ഫോട്ടോ ഒന്ന് ഇട്ട് തരാമോ എന്ന്. ഏലം കായ്ക്കുന്ന മരത്തിൻ്റെ ഫോട്ടോയാണിത്. ഏലം മരമായിട്ടല്ല, ഏല ചെടിയാണിത്.